നമസ്കാരം. ഒരു സിനിമയുണ്ടാക്കിയ വിവാദമാണ് കേരളത്തിൽ ഇപ്പോൾ ചർച്ചയാകുന്നത്. സിനിമ ഇറങ്ങി ഇത്ര ദിവസമായിട്ടും ആ വിവാദം കെട്ടടങ്ങിയിട്ടില്ല. ഓരോ ദിവസവും സിനിമയെ സംബന്ധിച്ച വിവാദങ്ങൾ ഉടലെടുക്കുകയാണ്. എന്തായാലും റീസെൻസറിങ്ങിന് ശേഷം എമ്പുരാൻ വീണ്ടും തിയേറ്ററുകളിൽ എത്തുമ്പോൾ വീണ്ടും എമ്പുരാനുമായി ബന്ധപ്പെട്ട് ഒരു വിവാദം ഉടലെടുത്തിരിക്കുകയാണ്. എമ്പുരാൻ സിനിമയ്ക്കെതിരെ ഇപ്പോൾ സിറോ മലബാർ സഭയും രംഗത്തെത്തിയിരിക്കുകയാണ്. സിനിമയുടെ പ്രമേയം സഭയുടെ വിശ്വാസങ്ങൾക്കെതിരെ എന്നാണ് സിറോ മലബാർ സഭ ആരോപിക്കുന്നത്. കത്തോലിക്ക വിശ്വാസവുമായി ബന്ധപ്പെട്ട ചില അടയാളങ്ങളെ എമ്പുരാൻ അവഹേളിക്കുന്നുണ്ട് എന്നാണ് സഭ ആരോപിക്കുന്നത്. മതചിഹ്നങ്ങളെ അവഹേളിക്കുന്നത് നല്ല പ്രവണതയല്ല. ഇത് ബോധപൂർവമാണെങ്കിൽ അംഗീകരിക്കാനാവില്ല എന്നും ഇക്കാര്യത്തിൽ അണിയറ പ്രവർത്തകർ ജാഗ്രത കാണിക്കണമെന്നും സിറോ മലബാർ സഭ അറിയിച്ചു. മോഹൻലാലിന്റെ ഖേദപ്രകടനത്തെക്കുറിച്ചും സിറോ മലബാർ സഭ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. മോഹൻലാൽ ഖേദം പ്രകടിപ്പിച്ചപ്പോൾ ക്രൈസ്തവ വിശ്വാസികളുടെ വിഷമം എന്തുകൊണ്ട് കാണാതെ പോയി എന്നും നിലവിലെ സാഹചര്യം ആശങ്കയുളവാക്കുന്നുണ്ട് എന്നും സിറോ മലബാർ സഭ പറഞ്ഞിരിക്കുന്നു. അണിയറ പ്രവർത്തകരാണ് ഇതിന് ഉത്തരം നൽകേണ്ടത്. വിനോദോപാധിയെ വിവാദ ഉപാധിയാക്കരുത് എന്നും സഭ കുറ്റപ്പെടുത്തി. അതേസമയം RSS മുഖപത്രം ഓർഗനൈസറിൽ വന്ന ലേഖനത്തോട് സിറോ മലബാർ സഭ പ്രതികരിച്ചിട്ടില്ല. രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടിനോട് പ്രതികരണമില്ല എന്നാണ് സഭ വ്യക്തമാക്കിയത്. സഭാവിശ്വാസികളെ ഇകഴ്ത്തിക്കാണിക്കുന്ന സിനിമകൾ തുടർച്ചയായി വരുന്നുണ്ട് എന്നും ഇത് സഭയെ ആശങ്കപ്പെടുത്തുന്നുണ്ട് എന്നും സഭ വ്യക്തമാക്കുന്നു.